ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ജു വാര്യരെക്കുറിച്ച് ആ വാർത്ത ശരിയല്ലല്ലോ എന്ന് ഒരു ആരാധകൻ, എൻ്റെ അല്ല മഞ്ജു വാര്യരെ, അയാൾ ഇത്തിരി റഫായിട്ടാണ് ചോദിച്ചത്. അത് നിങ്ങൾ ആ വാർത്ത അത് ശരിയല്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏത് വാർത്ത? അല്ല, നിങ്ങൾ മുമ്പ് മഞ്ജു വാര്യരെക്കുറിച്ച് വാർത്ത എഴുതിയിരുന്നു. അപ്പോൾ അവരുടെ മൂക്കിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു, ശസ്ത്രക്രിയയുടെ കാര്യം പറഞ്ഞിരുന്നു, അത് ആ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെ പേരിൽ നിങ്ങൾ കുറേ എഴുതി കുട്ടി, അതൊന്നും ശരിയല്ലല്ലോ, ഇങ്ങനെ എഴുതാൻ പാടുണ്ടോ, അവർ വലിയ നടിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ചിരിയാണ് വന്ന് കേട്ടത്. അത് കുറേ നാൾ മുമ്പ് എഴുതിയൊരു സംഭവമാണ്. പക്ഷേ എഴുതിയത് 100% സത്യമാണത്. സത്യമല്ലെങ്കിൽ അന്ന് മഞ്ജു വാര്യർ പ്രതികരിക്കുമായിരുന്നില്ലേ? മഞ്ജു വാര്യർ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാവുന്ന കാര്യമാണ് സത്യത്തിൽ എഴുതിയത്, അത് ചെയ്തില്ലല്ലോ. അപ്പോൾ അതിന് സത്യാവസ്ഥ അറിയാതെയാണ് ആരാധകനായാലും വായനക്കാരനായാലും ഇപ്പോൾ പറയുന്നത്. ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ അതിൽ വളരെ വ്യക്തമായിട്ട് അതുണ്ട്. എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്, നിർമ്മാതാവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, സംവിധായകൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ക്യാമറമാൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, തിരക്കഥാകൃത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്തിന് ആ കൂട്ടത്തിൽ അന്നും ഉണ്ടായിരുന്ന കൊച്ചിൻ ഹനീഫ അടക്കമുള്ളവരുടെ പേര് നമ്മൾ പറഞ്ഞിട്ടാണ് എഴുതിയിരുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താ വിശദമായിട്ട് പറയാൻ ഒരു മടിയില്ല എനിക്ക്. കാരണം ഇപ്പോഴും മഞ്ജു വാര്യർ സജീവമായിട്ട് അഭിനയ രംഗത്തുണ്ട്. അവരിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് അഭിനയിച്ച് തീർന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ രജനീകാന്തിൻ്റെ ഒപ്പമുള്ളൊരു സിനിമയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഇത്രയും വർഷമായിട്ടും അവർ ഫീൽഡിലുണ്ട്, ഫീൽഡിൽ നിന്ന് ഔട്ടായിട്ടില്ല, നിറഞ്ഞു നിൽക്കുന്ന ഒരു അഭിനേത്രിയാണെന്ന് ആലോചിക്കണം. അപ്പോൾ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാമെന്ന് ആലോചിക്കണം. തുടക്കം മുതൽ ഈ മിടുമിടുക്കി എന്ന് പറയാറില്ലേ, അങ്ങനെ ഒരു മിടുമിടുക്കി കുട്ടിയായിരുന്നു മഞ്ജു വാര്യർ. യൂത്ത് ഫെസ്റ്റിവലൊക്കെ അവാർഡുകൾ വാങ്ങിക്കൂട്ടി തിളങ്ങി നിൽക്കുന്നൊരു കാലം. ആ കാലഘട്ടത്തിൽ അഭിനയം മോഹമുണ്ടായിരുന്നു. മോഹൻ്റെ സാക്ഷ്യം എന്ന സിനിമയിൽ ചെറിയ റോളും, അതായത് മുരളിയുടെ മകളായിട്ട് ചെറിയ റോളാണ് അഭിനയിച്ചത്. പക്ഷേ റോള് കുറച്ച് വലുതാണെന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചതെങ്കിലും അവസാനം അത് ചെറിയ, അതായത് ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം കാണാവുന്ന റോളിലേക്ക് ഒതുങ്ങി ചുരുങ്ങി പോയി. പിന്നെ അവർ പഠിക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ലോഹിതദാസിൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ലോഹിതദാസ് എഴുതുന്ന സിനിമയാണ്, സംവിധാനമല്ല, എഴുതുന്നൊരു സിനിമ. ആ സിനിമയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പലരെയും നോക്കി അങ്ങനെ രണ്ടുപേരെ സെലക്ട് ചെയ്തു വെച്ചാൽ നമ്മുടെ ഷാജി കൈലാസിൻ്റെ വൈഫായ ആനിയെ സെലക്ട് ചെയ്തു നായികയായിട്ട്. അപ്പോൾ ആ കാലത്തൊരു കഥാപാത്രം ആനിയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ആർട്ടിസ്റ്റാണ്. ആർട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ക്യാരക്ടറെ കുറിച്ച് അവിടെ ഒരു സ്റ്റഡി ചെയ്തത്. അതായത് ക്യാമറമാൻ തന്നെ രാമേന്ദ്ര ബാബു ക്യാമറമാൻ ആയെങ്കിൽ മിക്ക സിനിമകളിലെയും ഈ സംവിധായകർക്ക് ഏറ്റവും സഹായമുള്ളൊരു ക്യാമറമാനും കൂടിയാണ്. അപ്പോൾ അങ്ങനെ തിരക്കഥാകൃത്ത് സുന്ദർദാസ് സംവിധായകൻ എല്ലാം ഇരുന്ന് ഈ കഥാപാത്രത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ കഥാപാത്രം അത് ആനി നല്ല നടിയാവുമെങ്കിലും ഈ കഥാപാത്രം അതിന് യോജിച്ച രീതിയിലല്ല. ഒന്നാമത് വെളുത്ത് സുന്ദരിയായൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ ആനി. അങ്ങനെയുള്ളൊരു ആ കഥാപാത്രമല്ല ഇതിന് വേണ്ടത്. ഉയർന്ന ജീവിതം നയിക്കുന്നൊരു യുവതിയുമല്ല. അപ്പോൾ പിന്നെ തൽക്കാലം അപ്പോൾ ഇവരെ മാറ്റിവെച്ചു. വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ ആനിയെ നമുക്ക് അഭിനയിപ്പിക്കാൻ തീരുമാനിച്ച് അങ്ങനെയാണ് പിന്നെ ഒരു അന്വേഷണം തുടങ്ങിയപ്പോൾ ഒരു മാസികയിൽ ഈ കുട്ടിയുടെ മഞ്ജു വാര്യരുടെ പടം അങ്ങനെ അടിച്ചു ചോദിക്കുന്നു, ആ ഫോട്ടോ അയച്ചു കൊടുത്തിരിക്കുന്നു. അതെല്ലാം കണ്ടു വന്നു. സാധാരണ ഒറ്റ നോട്ടത്തിൽ തന്നെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഒരു നാടൻ പെൺകുട്ടി, നമ്മുടെ വീടിൻ്റെ അടുത്ത വീട്ടിൽ നമ്മുടെ വീട്ടിലത്തേക്കോ താമസിക്കുന്ന പോലൊരു കുട്ടി, ഇത് കഥാപാത്രത്തിന് പറ്റും. പക്ഷേ ഇനി ഇവരെങ്ങനെ അഭിനയിക്കുമോ അതൊരു അറിയണ്ടേ. ഇനിയിപ്പോൾ ആൾ കാഴ്ചയിൽ കൊള്ളാമോ, കഥാപാത്രത്തിന് കൊള്ളാം, പക്ഷെ അഭിനയിക്കുമോ എന്ന് പറയുമ്പോൾ അഭിനയിച്ച് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് സ്റ്റഡി ക്ലാസ്സൊക്കെ കൊടുത്ത് അഭിനയിച്ച് നോക്കിയപ്പോൾ ക്യാരക്ടറും കൊള്ളാം, നന്നായിട്ട് അഭിനയിക്കുമെന്ന് മാത്രമല്ല ആരുടെയും കൈകളിൽ ഒതുങ്ങാത്ത തരത്തിൽ അത്രയും വലിയ ഒരു അഭിനേത്രിയായി വരാനുള്ള ചാരുത, പക്വത ആ കഥാപാത്രത്തിലൂടെ മഞ്ജു വാര്യർ റിഹേഴ്സൽ തെളിയിച്ചു എന്നാലോചിക്കണം. അപ്പോൾ അങ്ങനെ വരാൻ പറഞ്ഞു. അച്ഛനും അമ്മയും അടക്കം കണ്ണൂരിലാണ് താമസിച്ചിരുന്നത്. കണ്ണൂരിലേക്ക് അവരെ തിരിച്ചയക്കുകയാണത്. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള ഏർപ്പാടുകളെല്ലാം നടത്തി. ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ് അപ്പോൾ ഈ സാധാരണ ക്യാമറ രംഗം വീണ്ടും നോക്കിയപ്പോൾ മൂക്കിൻ്റെ അവിടെ ഒരു അപാകത പോലെ തോന്നി. അതൊരു അഭംഗിയാണല്ലോ, അത് ബുദ്ധിമുട്ട്, അതൊരു ശസ്ത്രക്രിയ ചെയ്യണം എന്ന് സൂചന കൊടുത്തു. അപ്പോൾ ലോഹിയും ഇവരെല്ലാവരും പറഞ്ഞു അത് ഇപ്പോൾ വേണം, ഇപ്പോൾ അത് നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവല്ലേ, ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ ഇടയിൽ ഇത് മാറ്റിയോ, ഇത് ശസ്ത്രക്രിയ ചെയ്യാതെ ശരിയാവില്ല, പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയാൽ പറ്റുമോ, എന്തായാലും അവരായിട്ട് സംസാരിച്ച് നോക്കാം. അപ്പോൾ ആദ്യം മഞ്ജുവിൻ്റെ അച്ഛനായിട്ട് സംസാരിച്ചു.
ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് മാറ്റിവെച്ച വേറെ ഒരു സീരിയസ് പ്രശ്നമൊന്നുമല്ല, അതൊന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ കുറേ കൂടി നന്നായിരിക്കും ഈ കഥാപാത്രത്തിന് വെച്ചു. അങ്ങനെ ആ കാര്യം മഞ്ജുവിനോടും പറഞ്ഞ് എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ഡോക്ടറെ സമീപിക്കുകയാണ്. ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, വേറൊരു പ്രശ്നമുണ്ട്, നിങ്ങളത് എളുപ്പത്തിൽ പെട്ടെന്ന് ഇന്ന് ഓപ്പറേഷൻ ചെയ്ത് നാളെ അഭിനയിക്കാൻ പോകാനൊന്നും പറ്റില്ല. ചുരുങ്ങി ഇതൊരു 6 മാസമെങ്കിലും ഇതിനെ ഈ ഒരു ഓപ്പറേഷനും റെസ്റ്റുമായിട്ട് എടുക്കും. അപ്പോൾ അതിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കട്ടെ. ഇക്കാര്യം ഇവരോട് പറയുന്നു. അപ്പോൾ അവരാകെ ധർമ്മസങ്കടത്തിലായി. കാരണം നല്ല ഒരു നടി ഇപ്പോൾ ഈ മൂക്കിൻ്റെ പ്രശ്നം പറഞ്ഞ് ശസ്ത്രക്രിയയ്ക്ക് പോയി കഴിഞ്ഞാൽ 6 മാസം എടുക്കും. 6 മാസത്തോളം ഈ സിനിമയെ ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ പറ്റില്ല. ഏകദേശം പ്രൊഡ്യൂസർ ഉണ്ണി വെച്ചാൽ ഈ പടം ഏകദേശം ഡേറ്റ് എല്ലാം തീരുമാനിച്ചിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. റിലീസിങ് ഡേറ്റ് ആ ഒരു ചെറിയ പടം ആ രീതിയിലാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങാൻ പോയപ്പോൾ പിന്നെ ഇവർ ആലോചിച്ചപ്പോൾ ഇത്രയേ പറ്റുള്ളൂ, ഒന്നുകിൽ ശസ്ത്രക്രിയ മാറ്റിവെക്കുക, ഈ രൂപത്തിൽ തന്നെ മഞ്ജു വാര്യരെ അഭിനയിപ്പിക്കുക, അതല്ലെങ്കിൽ മഞ്ജു വാര്യരെ മാറ്റിയിട്ട് പകരം കിട്ടിയില്ല ആനിയെ തന്നെ വിളിക്കാം. അങ്ങനെ ഒരു ധാരണയിലെത്തി. അപ്പോൾ ധാരണയെത്തിയപ്പോൾ ഭൂരിഭാഗം പറഞ്ഞതെന്ന് വെച്ചാൽ ക്യാരക്ടർ ഇനിയിപ്പോൾ ഒരു ചെറിയ ഈ അഭിനയം ശ്രദ്ധിച്ച് വരുമ്പോൾ മൂക്കിൻ്റെ പ്രശ്നമൊന്നും പ്രേക്ഷകർക്ക് അത്ര തോന്നുന്നില്ല, നമ്മൾ പിന്നെ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് തോന്നുന്നത്, അതുകൊണ്ട് പ്രേക്ഷകർ അതൊരു മൈനസ് പോയിൻ്റായി എടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എടുത്ത് വന്നപ്പോൾ അപ്പോൾ ഇത് മഞ്ജു വാര്യർ മനസ്സിലാക്കി, എല്ലാവരും മനസ്സിലാക്കി. അപ്പോൾ മഞ്ജുവിൻ്റെ മനസ്സിൽ തന്നെയായിരുന്നു എൻ്റെ അഭിനയമാണ്, അത് മൂക്ക് മാത്രമല്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ അഭിനയത്തിൻ്റെ മുന്നിൽ പ്രേക്ഷകർ എൻ്റെ മൂക്കിന് ഇങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് എന്ന് ശ്രദ്ധിക്കാൻ പാടില്ല. പ്രേക്ഷകർ ശ്രദ്ധിക്കുകയോ ഇല്ലയോ പിന്നെന്തോ കാര്യം. അപ്പോൾ ആ രീതിയിൽ കൂടി തൻ്റെ അഭിനയം കുറേയും കൂടി മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ മഞ്ജു വാര്യർ ശരിക്ക് ഒരു തുടക്കവും ഇതൊരു പ്രസ്റ്റേജാണത്. കാരണം ഇതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാവില്ല എന്നുള്ളതല്ല, ഇതൊരു നല്ല കഥാപാത്രമാണ്, നല്ല സിനിമയാണ്. അപ്പോൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പേരെടുക്കും. അങ്ങനെയാണ് ആ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയെങ്കിലും പലരുടെ മനസ്സിലും ഈ മൂക്കിൻ്റെ പ്രശ്നമാണെങ്കിലും മഞ്ജു വാര്യരുടെ അഭിനയത്തിന് മുന്നിൽ ഈ പ്രശ്നം എല്ലാവരും മറന്നു. കാരണം ഇനി ഷോട്ട് വയ്ക്കുമ്പോഴും മറ്റേ രാമേന്ദ്ര ബാബുവും പിന്നെ ഈ മൂക്കിൻ്റെ കാര്യം സംസാരിച്ചില്ല, ആരും മൂക്കിൻ്റെ കാര്യം സംസാരിച്ചില്ല. എന്നാൽ സിനിമ റിലീസ് ചെയ്യാൻ പോകുമ്പോഴോ ഒരു ശങ്ക ഉണ്ടായിരുന്നെങ്കിലും ഇതൊന്നും സിനിമയുടെ പ്രേക്ഷകർക്ക് ഇതൊന്നും ബാധകമല്ല. ആ ഒരു ചെറിയ പടം സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തില്ലേ. ഇപ്പോഴും അതിൻ്റെ പാട്ടുകൾ സീനുകൾ ആലോചിച്ചില്ലേ, അതിലല്ലേ ദിലീപും വന്നിരിക്കുന്നത്. പിന്നെ അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു, ഒരുമിച്ച് ജീവിക്കുകയുണ്ടായി. പിന്നെ ഒരുമിക്കാൻ പറ്റുന്ന ഒരിടക്കാലത്ത് വെച്ച് അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു. അതൊരു ചരിത്രമായ സംഭവങ്ങളാണെന്ന് ആലോചിക്കണം. അല്ലാതെ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവർ പിന്നെ മൂക്ക് മാറ്റിവെച്ചു, ശസ്ത്രക്രിയ നടത്തി, ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും നമുക്കറിയില്ല, ഇപ്പോൾ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അത് മഞ്ജു വാര്യരോട് ചോദിക്കണം. മഞ്ജു വാര്യർ മറുപടി പറയാതിരിക്കില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കാണ്. അപ്പോൾ കൊച്ചു മൈന്യൂട്ടായ ചില കാര്യങ്ങൾ സിനിമയിൽ തുടക്കക്കാർ വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ഇതും ഒരു മൈനസ് പോയിൻ്റ് അല്ല എന്ന് മനസ്സിലാക്കിയില്ലേ. ഇങ്ങനെ പലരുടെ കാര്യത്തിലും ഇങ്ങനെയുണ്ട്. നമ്മൾ തോന്നും മൈനസ് പോയിൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് പ്ലസ് പോയിൻ്റായി മാറി എന്നുള്ളതാണത്. ഇന്ന് ഇതിനെക്കുറിച്ച് ആരെങ്കിലും സിനിമ കാണുന്ന ആരെങ്കിലും മഞ്ജു വാര്യരുടെ മൂക്കിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊരു അപാര നടി, മലയാളത്തിൻ്റെ ഭാഗ്യം എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം തന്നെയാണ് നമ്മൾ മുമ്പ് എഴുതിയിട്ടുള്ളത്. ഇത് 100% സത്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ.